ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GK മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ ആര്? ഓപ്ഷൻ എ ആർ ശങ്കർ, ഓപ്ഷൻ ബി KM സീതി സാഹിബ്, ഓപ്ഷൻ സി അച്യുതമേനോൻ ആൻഡ് ഓപ്ഷൻ ഡി പട്ടം താണുപിള്ള. ശരി ഉത്തരം കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ ഓപ്ഷൻ ബി KM സീതി സാഹിബ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ഓപ്ഷൻ എ നഫീസത്ത് ബീവി, ഓപ്ഷൻ ബി ആർ ശങ്കർ, ഓപ്ഷൻ സി KR ഗൗരിയമ്മ ആൻഡ് ഓപ്ഷൻ ഡി സി അച്യുതമേനോൻ. ശരി ഉത്തരം കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ഓപ്ഷൻ എ നഫീസത്ത് ബീവി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: കേരള നിയമസഭയുടെ ആദ്യ പ്രോ ടൈം സ്പീക്കർ ആര്? ഓപ്ഷൻ എ പട്ടം താണുപിള്ള, ഓപ്ഷൻ ബി റോസമ്മ പുന്നൂസ്, ഓപ്ഷൻ സി TC നാരായണൻ നായർ ആൻഡ് ഓപ്ഷൻ ഡി ആർ ശങ്കർ. ശരി ഉത്തരം കേരള നിയമസഭയുടെ ആദ്യ പ്രോ ടൈം സ്പീക്കർ ഓപ്ഷൻ സി TC നാരായണൻ നായർ. നാലാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ സി അച്യുതമേനോൻ, ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ സി KR ഗൗരിയമ്മ ആൻഡ് ഓപ്ഷൻ ഡി ആർ ശങ്കർ. ശരി ഉത്തരം കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ഓപ്ഷൻ സി KR ഗൗരിയമ്മ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആര്? ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ ബി K കേളപ്പൻ, ഓപ്ഷൻ സി ആർ ശങ്കർ ആൻഡ് ഓപ്ഷൻ ഡി PN പണിക്കർ. ശരി ഉത്തരം കേരളത്തിലെ ആദ്യ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി. ആറാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഓപ്ഷൻ എ ആർ ശ്രീലേഖ, ഓപ്ഷൻ ബി നളിനി നെറ്റോ, ഓപ്ഷൻ സി V സുരേന്ദ്ര ബാബു, ഓപ്ഷൻ ഡി റോസി തോമസ്. ശരി ഉത്തരം കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓപ്ഷൻ എ ആർ ശ്രീലേഖ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ സർവകലാശാല സ്ഥാപിതമായ സ്ഥലം ഏത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തൃശ്ശൂർ ആൻഡ് ഓപ്ഷൻ ഡി കോട്ടയം. ശരി ഉത്തരം കേരളത്തിലെ ആദ്യ സർവകലാശാല സ്ഥാപിതമായ സ്ഥലം ഓപ്ഷൻ എ തിരുവനന്തപുരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി രാജിവെച്ചത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട്? ഓപ്ഷൻ എ വിദ്യാഭ്യാസ പരിഷ്കരണം, ഓപ്ഷൻ ബി ഭൂനിയോഗ നിയമം, ഓപ്ഷൻ സി വിമോചന സമരം ആൻഡ് ഓപ്ഷൻ ഡി ഭാഷാ പ്രശ്നം. ശരി ഉത്തരം കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി രാജിവെച്ചത് ഓപ്ഷൻ സി വിമോചന സമരം വിഷയവുമായി ബന്ധപ്പെട്ട്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റിസർവ് പ്രഖ്യാപിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ സൈലന്റ് വാലി, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി വയനാട് ആൻഡ് ഓപ്ഷൻ ഡി ചിന്നാർ.
ശരിയുത്തരം കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റിസർവ് പ്രഖ്യാപിച്ച സ്ഥലം ഓപ്ഷൻ ബി പെരിയാർ. 10ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ വനിതാ മേയർ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കൊച്ചി ആൻഡ് ഓപ്ഷൻ ഡി കൊല്ലം. ശരിയുത്തരം കേരളത്തിലെ ആദ്യ വനിതാ മേയർ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഓപ്ഷൻ ഡി കൊല്ലം. 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1948, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1951 ആൻഡ് ഓപ്ഷൻ ഡി 1956. ശരിയുത്തരം കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ആരംഭിച്ച വർഷം ഓപ്ഷൻ സി 1951. 12ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ വെള്ളാനിക്കര, ഓപ്ഷൻ ബി മണ്ണുത്തി, ഓപ്ഷൻ സി പട്ടാമ്പി ആൻഡ് ഓപ്ഷൻ ഡി കാസർഗോഡ്. ശരിയുത്തരം കേരളത്തിലെ ആദ്യ കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ഓപ്ഷൻ സി പട്ടാമ്പി. 13ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ വനിതാ ലോകസഭാംഗം ആര്? ഓപ്ഷൻ എ അന്നചാണ്ടി, ഓപ്ഷൻ ബി സുശീല ഗോപാലൻ, ഓപ്ഷൻ സി കെ ആർ ഗൗരിയമ്മ ആൻഡ് ഓപ്ഷൻ ഡി പി ശ്രീമതി. ശരിയുത്തരം കേരളത്തിലെ ആദ്യ വനിതാ ലോകസഭാംഗം ഓപ്ഷൻ ബി സുശീല ഗോപാലൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ ബാങ്ക് സ്ഥാപിതമായ സ്ഥലം ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി തിരുവനന്തപുരം ആൻഡ് ഓപ്ഷൻ ഡി കോട്ടയം. ശരിയുത്തരം കേരളത്തിലെ ആദ്യ ബാങ്ക് സ്ഥാപിതമായ സ്ഥലം ഓപ്ഷൻ ഡി കൊല്ലം. 15ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ എ കെ ആർ ഗൗരിയമ്മ, ഓപ്ഷൻ ബി വി ആർ കൃഷ്ണയ്യർ, ഓപ്ഷൻ സി അച്യുതമേനോൻ ആൻഡ് ഓപ്ഷൻ ഡി പട്ടം താണുപിള്ള. ശരിയുത്തരം കേരളത്തിലെ ആദ്യ വൈദ്യുതി വകുപ്പ് മന്ത്രി ഓപ്ഷൻ ബി വി ആർ കൃഷ്ണയ്യർ. 16ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ സേവനം ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1987, ഓപ്ഷൻ ബി 1990, ഓപ്ഷൻ സി 1995 ആൻഡ് ഓപ്ഷൻ ഡി 2000. ശരിയുത്തരം കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ സേവനം ആരംഭിച്ച വർഷം ഓപ്ഷൻ എ 1987. 17ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ സഹകരണ നിയമം പാസാക്കിയ വർഷം ഏത്? ഓപ്ഷൻ എ 1904, ഓപ്ഷൻ ബി 1914, ഓപ്ഷൻ സി 1925 ആൻഡ് ഓപ്ഷൻ ഡി 1959. ശരിയുത്തരം കേരളത്തിലെ ആദ്യ സഹകരണ നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻ എ 1904. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.